ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് റിക്വസ്റ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ മെജോറിറ്റിയും കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എൻ്റെ ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ്, വാട്ട് ഐ ഈറ്റിനിടെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടുന്ന ഫുഡ് റിവ്യൂസിൻ്റെ അടിയിലും ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട് ഇങ്ങനെ ഡെയിലി വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഇന്നത്തെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു ഡെയിലി വ്ളോഗ് നമുക്ക് കാണാവേ. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇച്ചിരി ഒന്ന് ലേറ്റായി പോയതുകൊണ്ട് ചായയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഒരുമിച്ചാണ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ഈ ഒരു പനീർ കറിയായിരുന്നു. ഈ പനീർ കറി അടിപൊളിയാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി, ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതിനുശേഷമാണ് ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രോ തന്നെ എടുക്കുന്നത്. പിന്നെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ ടൈമിൽ ഈ ഒരു സൂപ്പ് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടിപൊളിയാണ് ഇത്. അങ്ങനെ സൂപ്പൊക്കെ കുടിച്ചിട്ട് നമ്മളെല്ലാവരും റെഡി ആവാനായിട്ട് പോയി. കാരണം നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മോൾ ഓഫ് ട്രാങ്കൂറിലാണ് വന്നിട്ടുള്ളത്. കുറേ ദിവസം മുന്നേ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിലും ഒരുപാട് റഷായിരുന്നേ. കാരണം കുറച്ച് ടിക്കറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏത് സിനിമയെന്ന് മനസ്സിലായവർ ഇപ്പോഴേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോടെ. നമ്മളിവിടെ ഒരു 12:50 ഒക്കെ ആയപ്പോൾ തന്നെ എത്തി. പിന്നെ നമ്മൾ 1 മണി വരെ അവിടെ അങ്ങ് നടക്കുമായിരുന്നു. കുറേ കറങ്ങിയൊക്കെ നടന്നതിന് ശേഷം കറക്റ്റ് 1:05 നമുക്ക് സിനിമ. ആ ഒരു ടൈമിൽ നമ്മൾ തിയേറ്ററിനകത്തോട്ട് കയറി. നമ്മൾ കാണാൻ വന്ന മൂവി വന്നിട്ട് എമ്പുരാനാണ്. ഉള്ളത് പറയാമല്ലോ, ഈ ഒരു മൂവിയുടെ മേക്കിംഗ് എല്ലാം കൊള്ളാം, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ ഇൻ്റർവെൽ ആയ സമയത്ത് ഈ ഒരു ചീസ് പോപ്കോൺ ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. വീട്ടിൽ ചെന്നപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് മന്തി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മന്തിയുടെ റെസിപ്പി നിങ്ങൾ എന്തായാലും കാണണം. എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതലും വ്യൂ ഉള്ളത് ഈ ഒരു മന്തിക്കാണ്. അത്രയ്ക്ക് വ്യൂസ് ഈ ഒരു വീഡിയോയ്ക്ക് വരാനുള്ള റീസൺ വന്നിട്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അതേ ടേസ്റ്റിലായിരിക്കും. നമുക്ക് വയറൊക്കെ പെട്ടെന്ന് നിറയും ഇച്ചിരി കഴിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, കാണാൻ മറക്കല്ലേ. അപ്പോൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ, ഇതുണ്ടാക്കി നോക്കിയിട്ടുള്ളവരാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. അങ്ങനെ അടിപൊളിയായിട്ട് മന്തി സെറ്റായിട്ടുണ്ടായിരുന്നു. അതും മയോണൈസും ഈ ഒരു ചട്നിയും കൂട്ടി നല്ല പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിച്ച് അതിൻ്റെ ക്ഷീണത്തിന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ മിക്ക ദിവസവും ഞാൻ ഒരുപോലെ ചെയ്യുന്നൊരു ജോലിയാണ് ഈ ചായ ഇടുക എന്നുള്ളത്. ഇന്നിപ്പോൾ ചായ മാത്രമല്ല, കൂടെ നമ്മൾ നല്ല അടിപൊളി പഴംപൊരിയും കൂടെ സെറ്റാക്കുന്നുണ്ട്. ഈ ചായയൊക്കെ ഇങ്ങനെ തിളച്ച് പൊങ്ങുമ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. അങ്ങനെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചായ കുടിക്കാതിരിക്കുമ്പോൾ എന്നെപ്പോലെ തലവേദന വരുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷമാണ് പഴംപൊരിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയത്. പഴമെല്ലാം എന്താ ക്ലീൻ ചെയ്ത് പഴംപൊരിയൊക്കെ സെറ്റാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കാം. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. ഇപ്പം മിക്ക അമ്പലത്തിലും ഉത്സവമാണ്. അപ്പം ഞാനും അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ട് നമ്മൾ 2 അമ്പലത്തിലോട്ട് പോകാനായിട്ട് പോവാണേ. നമ്മൾ ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ടൊന്നും മഴ പൊടിഞ്ഞെങ്കിലും പിന്നെ അങ്ങോട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നേ. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഞാനാണ് ഇന്ന് ഫ്രണ്ടിലൊക്കെ ഇരുന്നതേ. ഈവനിങ് ആകുമ്പോൾ അമ്പലത്തിലോട്ടൊക്കെ പോകുമ്പോൾ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അങ്ങനെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇളങ്കാവിൽ ദേവി ക്ഷേത്രത്തിലാണ്. ഇവിടെ നമ്മൾ കുറേ നാളുകൊണ്ട് വരണം എന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷെ തൊട്ടടുത്താണ്, പക്ഷെ എന്നാലും നടക്കാറില്ല. അങ്ങനെ ഇപ്പോൾ ഉത്സവം പ്രമാണിച്ചാണ് നമ്മളിവിടെ വന്ന് നമ്മൾ അവിടെ നിന്ന് തൊഴുതിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ഥലമായ മുരുക ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. ഇത് കുമാരപുരത്തുള്ള മുരുകൻ ക്ഷേത്രമാണ്. അവിടെയും ഉത്സവം നടക്കുകയാണ്. ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു അമ്പലത്തിനകത്ത് കയറുന്നത്. ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആയിരുന്നേ. നല്ലൊരു അമ്പലമായിരുന്നേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടേ. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടെ ആ അമ്പലത്തിലോട്ട് കയറി. ഞങ്ങൾ നല്ല പോലെ തൊഴുതേ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയതിൻ്റെ പിറ്റേന്നാണ് പൊങ്കാല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോലെ അവിടെ അലങ്കരിച്ചേക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് അവിടുത്തെ സ്റ്റേജ് വരുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കുറേ നേരം നിന്ന് പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ വീട്ടിൽ പോകും വഴിയും അത്യാവശ്യം നല്ല മഴക്കോളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നേ. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ നല്ല വിശപ്പായിരുന്നേ. അങ്ങനെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് പെട്ടെന്ന് ഈ ഒരു സേമിയ ഉപ്പുമാവ് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞേ. ഇത് ഞാൻ രാത്രി ഡിന്നറായിട്ട് കഴിച്ചതാണ്. ഇതിൻ്റെ റെസിപ്പി അറിഞ്ഞുകൂടാത്തവർ ഇതാ കണ്ടോ. കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിനകത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു പച്ചമുളകും കൂടെ ചേർക്കണേ.
വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അമ്മ ഇത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. ഓൾമോസ്റ്റ് എല്ലാ അമ്മമാരും അങ്ങനാണ്, വിശക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്തു തരുമല്ലേ. അങ്ങനെ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ആ ഒരു വെജിറ്റബിൾസ്. ഇപ്പുറത്തോട്ട് മാറിയിട്ട് കുറച്ച് വെള്ളം അമ്മ ചൂടാക്കാൻ വെക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആ വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ റോസ്റ്റഡ് സേമിയാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് അതൊന്ന് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഈ ഒരു സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ എൻ്റെ നിർബന്ധത്തിന് വേണ്ടി മാത്രമാണ് അമ്മ അതിനകത്ത് ചെറുതായിട്ട് കുരുമുളക് പൊടി ചേർത്തത്. അതൊന്നും ആരും ചേർക്കാറ് പോലും ഇല്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് കുറേ കഴിഞ്ഞ് വേണം സെർവ് ചെയ്യാൻ. എനിക്ക് വിശപ്പ് വിളി വന്നതുകൊണ്ട് പെട്ടെന്ന് സെർവ് ചെയ്തേ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസമേ.